രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, രാഹുലിന്റെ ലോക്സഭയിലെ നീക്കങ്ങൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷ വലിയ പ്രചരണായുധമാക്കിയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമൊക്കെ അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായും രാഹുലിനുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകും, അങ്ങനെ കരുതാം അല്ലേ? സജിത്ത്, രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ആവേശമാണ് നൽകിയതെങ്കിൽ സർക്കാരിനും BJPക്കും അത് പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. 10 വർഷത്തിന് ശേഷം പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം കേട്ട ദിവസം കൂടിയായിരുന്നു ഇന്നലെ. ഏതായാലും രാഹുൽ ഗാന്ധി താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. റദ്ദാക്കിയത്, സഭാരേഖകളിൽ നിന്ന് നീക്കിയ കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം രാഹുലിന്റെ വന്നിരിക്കുന്നു. രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം താൻ പറഞ്ഞത് സത്യമാണ്. സത്യത്തെ ഒരിക്കലും റദ്ദ് ചെയ്യാൻ കഴിയില്ല, നീക്കം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഏതായാലും രാവിലെ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പരാമർശിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരിക്കലും ഒരു BJP അംഗങ്ങളും NDA അംഗങ്ങളും പെരുമാറരുത് എന്നാണ് പ്രധാനമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞത്. മാത്രവുമല്ല, ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വസ്തുതകൾ നിരത്തി മറുപടി നൽകണമെന്നുകൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഏതായാലും വൈകിട്ട് പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് ഉറപ്പായും മറുപടി ഉണ്ടാകും, അക്കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും 4 മണിക്കാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മറുപടി. ഇപ്പോൾ ലോക്സഭയിൽ ഏതായാലും നന്ദിപ്രമേയ ചർച്ച തുടരുകയാണ്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.